ഹലോ കൂട്ടുകാരെ, രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞു എല്ലാവരെയും. ഞാനും പൊന്നൂസും കൂടി തെറാപ്പിക്ക് പോവുകയാണ്. ബസ്സിലാണ് ഉള്ളത്. രാവിലെ തന്നെ പച്ചവെള്ളത്തിലെല്ലാം കുളിച്ചിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പും ഉണ്ടല്ലോ ഇപ്പം. പൊന്നൂസ് ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. രാവിലെ തന്നെ നമ്മൾ തെറാപ്പിക്ക് പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. തെറാപ്പിയെല്ലാം കഴിഞ്ഞിട്ട് പൊന്നൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് കയറി നാട്ടിലെത്തി. അപ്പോഴത്തേക്ക് ഭയങ്കര ദാഹമായിട്ട് ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഞാനും പൊന്നൂസും കൂടിയിട്ട്. എന്നിട്ടൊരു ഇളനീർ ഷേക്ക് മേടിച്ചിട്ട് നമ്മൾ രണ്ടാളും കുടിച്ചു. പക്ഷെ വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് ലേറ്റായിന്. അതിൻ്റെ ഇടയിൽ നമുക്ക് പാർസലാക്കാൻ വേണ്ടിയിട്ടുണ്ടായിന്. പൊന്നൂസിന് ബസ്സിൻ്റെ പാർസലാക്കാൻ വേണ്ടിയിട്ട് KSRTC ഡിപ്പോയിലെല്ലാം പോയിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത്. അപ്പം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വൈകുന്നതുകൊണ്ട് പിന്നെ നമ്മളൊരു ജ്യൂസ് കടയിൽ കയറിയിട്ട് ഇളനീർ ഷേക്കെല്ലാം കുടിച്ചിട്ടാണ് പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ശേഷം പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചോറൂണ് കഴിച്ചു. ഷെയ്ക്കെല്ലാം കുടിച്ച് തന്നല്ല, അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൂണാന്ന് വിചാരിച്ചിട്ട് ഞാനും പൊന്നൂസ് ഇങ്ങനെ ഫാനും കൊണ്ട് ഇടയ്ക്കിടയ്ക്കായിരുന്നു. പൊന്നൂസ് പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കുടിക്കോ കഴിക്കുകയോ ഒന്നും ചെയ്യൂല, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ആ കടയത്തെ ചേച്ചി പൊന്നൂസിന് തണുപ്പില്ലാത്ത ഷെയ്ക്ക് കുറച്ചാക്കി തന്നെ. തണുപ്പില്ലത് കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ടായിട്ടാ. തണുപ്പില്ലാത്തത് കൊടുത്തപ്പം പൊന്നൂസ് കുറച്ച് കുടിച്ചിട്ടുണ്ടായിന്. അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചോറെല്ലാം കൊടുത്തിട്ട് ഞാനും പൊന്നൂസും പിന്നെ സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വീട്ടിലത്തെ ഇനി പണികളെല്ലാം ഉണ്ടത്രേ. ഇനി പിന്നെ ചായ കൊടുക്കണം പൊന്നൂസിന്. അത് കഴിഞ്ഞിട്ട് തെറാപ്പിയെല്ലാം ഉണ്ട്, ഓൺലൈൻ തെറാപ്പിയെല്ലാം ഉണ്ട് പൊന്നൂസിന് രാത്രിയിൽ. അപ്പോഴത്തേക്ക് ഇന്ന് തെറാപ്പിക്ക് കയറുന്നില്ല. പക്ഷെ ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പം. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ ഇളയമേരെ മോള് പ്രസവിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. എൻ്റെ അമ്മ പോകുന്നുണ്ട്, അപ്പം ഞാനും കുഞ്ഞും കൂടി ഒപ്പരം പോകുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് ഓൺലൈൻ തെറാപ്പിക്ക് കയറുന്നില്ല. അപ്പം കുഞ്ഞിക്ക് ചായയെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ പോവുള്ളൂ. ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിനെ. അപ്പം അമ്മയുണ്ട്, അമ്മേൻ്റെ ഒപ്പരമാണ് ഞാനും കുഞ്ഞും ഹോസ്പിറ്റലിൽ പോകുന്നു. വീഡിയോസിൽ കുറച്ച് സൗണ്ട് കുറവും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പം അത്രക്കൊന്നും ആയിട്ടൊന്നുമില്ല വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയിട്ട്. അപ്പം വോയിസ് ഓവറെല്ലാം അറിയുന്ന പോലെ ഇടുന്നതാണ്, തെറ്റുകളെല്ലാം ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനും പൊന്നൂസും പൊതുവേ പുറത്ത് ഇങ്ങനെ രാത്രി സമയത്ത് പുറത്ത് പോകുന്നത് വളരെ കുറവാണ്. ഇപ്പം ഇവളായ ശേഷം വളരെ കുറവാണ് പുറത്ത് പോകുന്നത്. എന്ന് വെച്ചാൽ രാത്രിയിൽ തെറാപ്പിയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഞാൻ പിന്നെ കുഞ്ഞിക്ക് ചായ എല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ചായ കൊടുത്തിട്ടാകുമ്പോൾ പോകാൻ കഴിയുള്ളൂ. പിന്നെ ആടെ പോയിട്ട് ഇപ്പം എത്ര മണിക്കാണ് വരലെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പൊന്നൂസിന് ചായയും കേക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കുടിച്ചിട്ടാകുമ്പോൾ നമ്മൾ പോകുന്നല്ലോ. ഇപ്പം ലീവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എവിടെയും പോക്കില്ല. പകൽ പിന്നെ തെറാപ്പിക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് എല്ലായിടത്തും. ഞാൻ മോളും റെഡിയായി പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഇവളച്ഛനും കൂടി റെഡിയായാൽ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരും കൂടി ചെയ്യണത്രേ. അപ്പം ഞാനും കുഞ്ഞും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പം നമുക്ക് പോവാം. വണ്ടിക്ക് കാത്തിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഇതിപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ കുഞ്ഞിനെ എടുത്തിട്ട് അച്ഛൻ ഇരിക്കുന്നുണ്ട്. അതിപ്പം ഇപ്പത്തെ അമ്മ. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ആടിയിരുന്നു. ഒരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അതുവരെ ആടെ ഉണ്ടായി. ഇനിയിപ്പം പോയിട്ട് വേണം പൊന്നൂസിന് ചോറെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കണം. ഇപ്പം നല്ലോണം ലേറ്റായി. ഇപ്പം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടാകുമ്പോൾ പാഴ്സൽ മേടിക്കുകയോ ചെയ്തത്. എൻ്റെ ഏട്ടൻ്റെ മോനാണ്, മൂത്ത കുഞ്ഞിയാണ്. കിച്ചു എന്നാണ് വിളിക്കൽ നമ്മൾ. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പം പൊന്നൂസിന് ഫുഡ് കൊടുക്കണം. പൊന്നൂസിന് പിന്നെ ബിരിയാണി നമ്മൾ മേടിച്ചത്. ഇപ്പോൾ പൊറോട്ട അതുപോലത്തെ ഫുഡൊന്നും പൊന്നൂസിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാൻ ഇരുത്താൻ തുടങ്ങുമ്പോഴത്തേക്കും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഒരേ കരച്ചില, വാശി പിടിത്തോ എല്ലാം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അത്ര സമയമായില്ലേ. പിന്നെ ഏകദേശം ഞാൻ പിന്നെ കുറച്ച് എങ്ങനെല്ലോ ഒരു 3-4 പിടി ഫുഡ് കൊടുത്തിട്ട് പിന്നെ വെള്ളമെല്ലാം കുടിപ്പിച്ച ശേഷം പിന്നെ ഒന്ന് ഉഷാറായി. ചോറക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് തീരെ തിന്നൂല രാത്രി വൈകി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പിന്നെ ഇതിപ്പോൾ ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം ഞാൻ നിൽക്കുന്നിടത്തേക്ക് പോകണത്രേ. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട്
പിരിയാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുഞ്ഞിക്കെല്ലാം ഫുഡ് കൊടുത്തിട്ടായി. ഇനിയിപ്പം ഓള് കളിച്ചോളും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം എനിക്കും എൻ്റെ മോക്കും ഇനിയും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.